10 ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷമേ ഒരു കട്ടക്കലിപ്പ് ടാസ്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജിൻഡോ, പലരും കമൻറ്റ് ചെയ്തേക്കുന്നത് കണ്ട് ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ടാസ്ക് ആണെന്നും പറയുന്നത് കേട്ടു. ഏത് ജിൻഡോ പുറത്തായോ എന്നൊന്നും അറിയില്ല. ഏതായാലും ജിൻഡോയും അഭിഷേകും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഒരു ബോർഡ് വെച്ചേക്കുന്നു, ആ ബോർഡിൽ ഫീല് അടിക്കുക എന്നാണെന്ന് തോന്നുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ ബോർഡ് കാണുമായിരിക്കാം, അത് നമുക്ക് വ്യക്തമല്ല. അങ്ങനെ ഓരോരുത്തരും അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ ഫീലടിക്കുന്ന അവരായിരിക്കും ഔട്ടാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ആരൊക്കെ എത്രണ്ണം അടിച്ചോ എന്നൊക്കെ എണ്ണി നോക്കുമായിരിക്കും. ഓരോരുത്തരുടെ പേരെഴുതിയ ഫീലൊക്കെ ആയിരിക്കും, നമുക്ക് വ്യക്തമല്ല. അതിൻ്റെ ഇടയിലാണ് ജിൻഡോ അഭിഷേകിൻ്റെ ബോർഡിലേക്കാണെന്ന് തോന്നുന്നു ജിൻഡോ പോകുന്നത്. നമ്മുടെ സായി നിപ്പുണ്ട്. അങ്ങനെ പോകുന്നു. അഭിഷേക് ജിൻഡോയെ പിടിക്കുന്നു, അങ്ങോട്ട് പിടിച്ചും പിടിവലി നടക്കുന്നു. ജിൻഡോ താഴെ പോകുന്നു. അഭിഷേക് പിടിച്ച് എറിയുക പോലെ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അത് എന്താണെന്ന് വ്യക്തമല്ല. ജിൻഡോ ചെന്ന് താഴെ വീഴുന്നുണ്ട്. അതാണ് നമുക്ക് പ്രൊമോയിൽ കാണുന്നത്. പുതിയൊരു പ്രൊമോ ഇറങ്ങിയപ്പം കട്ടക്കരപ്പിലുള്ള ജിൻഡോയെയും അഭിഷേകിനെയൊക്കെ കാണാം. ഏതായാലും അഭിഷേകിനെ വെട്ടിച്ച് ജിൻഡോ ആ ബോഡി കൊണ്ടുവന്ന് തൊടുതിരെ ഫീലടിക്കുന്നുണ്ട്. ഫായിയൊക്കെ ഓ ഓ എന്നൊക്കെ കിടന്ന് വിളിച്ച് പോകുന്നതൊക്കെ ഉണ്ട്. ഏതായാലും അഭിഷേക് ജിൻഡോയെ പിടിക്കുന്നുണ്ട്, ജിൻഡോ എറ്റുന്നുണ്ട്. ഏതായാലും അഭിഷേക് ദൂരെ ചെന്ന് വീഴുന്നതായിട്ടാണ് പ്രൊമോയിൽ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പം എല്ലാവരും കൂടെ ഓടി വരുന്നത് എവിടെ ചെന്ന് വീണെന്ന് അറിയില്ല. നമ്മുടെ ഫിജോയൊക്കെ ഓടിച്ചിടുന്നുണ്ട്. ബിഗ് ബോസ് നിർത്ത് മതി നിർത്ത് എന്ന് പറയുന്ന ബഹളം വെക്കുന്നുണ്ട്. ജിൻഡോ കട്ടക്കരപ്പിൽ ഇങ്ങനെ നമ്മുടെ അഭിഷേകിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ജിൻഡോയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് പ്രൊമോയിൽ നിന്ന് കാണുന്നത്. അപ്പം ഇത് നമ്മൾ പ്രൊമോ വന്നപ്പം തന്നെ അതിനകത്ത് വന്നിരിക്കുന്ന പല കമൻറ്റുകളും ജിൻഡോയെ പുറത്താക്കാനുള്ള ടാസ്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും 80 ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു ടാസ്ക് എന്താണെന്ന് അറിയില്ല. അഭിഷേകും ജിൻഡോയും തന്നെയാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടുപേരും നല്ല ആരോഗ്യമുള്ളവർ തന്നെയാണ്. ജിൻഡോ കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. ഈ ടാസ്കിൽ ജിൻഡോ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് വരുമ്പോൾ മാത്രമേ അറിയൂ. ഇനിയും ചില പ്രൊമോയിൽ കാണുന്ന പോലെ ഒന്നും കാര്യങ്ങൾ കാണത്തില്ലായിരിക്കും ഒരു പക്ഷേ, അല്ലേ? ഏതായാലും കാത്തിരുന്ന് കണ്ടേണ്ടി വരും. ഓക്കെ.